എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസിലെ 6-ാമത്തെ അധ്യായം സ്റ്റാഫിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 1-ാമത്തെ വീഡിയോ കഴിഞ്ഞു. ഇത് 2-ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന ഭാഗമാണ്. സ്റ്റാഫിംഗ് പ്രക്രിയയിൽ ചില ഘടകങ്ങളുണ്ട്. അതിൽ 1-ാമത്തേതാണ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്, 2 റിക്രൂട്ട്മെൻറ്റ്, 3 സെലക്ഷൻ, 4 പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, 5 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, 6 പെർഫോമൻസ് അപ്രൈസൽ, 7 പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, 8 കോമ്പൻസേഷൻ. ഇത്രയുമാണ് സ്റ്റാഫിംഗ് പ്രക്രിയയിലെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ. 1-ാമത്തേത് മനുഷ്യ പ്രയത്ന പ്ലാനിംഗ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഫസ്റ്റ്, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ് ഈസ് ടു എസ്റ്റിമേറ്റ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. Estimating manpower requirements means forecasting and determining future manpower needs of an organization. It involves the number and type of employees required in the organization. സ്ഥാപനത്തിൽ എത്രത്തോളം മനുഷ്യപ്രയത്നം ആവശ്യമായി വരുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഏർപ്പാടാണിത്. സ്റ്റാഫിംഗ് പ്രക്രിയയിലെ 1-ാമത്തെ പടി സ്ഥാപനത്തിൻ്റെ മനുഷ്യപ്രയത്ന ആവശ്യം കണക്കാക്കുക എന്നതാണ്. സ്ഥാപനത്തിൽ അടുത്ത 2, 3, 5 കൊല്ലക്കാലത്ത് ആവശ്യമായി വരാവുന്ന ജീവനക്കാരുടെ എണ്ണം, തരം എന്നിവ തീരുമാനിക്കണം. ഈ പ്രക്രിയയ്ക്ക് മനുഷ്യ പ്രയത്ന പ്ലാനിംഗ് എന്നും മനുഷ്യ വിഭവ പ്ലാനിംഗ് എന്നും പറയും. ഇതാണ് 1-ാമത്തെ സ്റ്റെപ്പ്, മാൻ പവർ, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ഭാവിയിലെ മനുഷ്യാവശ്യങ്ങളെ നിർണയിക്കുക അഥവാ തിട്ടപ്പെടുത്തുക. അതിൻ്റെ ടൈപ്സ്, നമ്പറും കണക്കാക്കുക. ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ടിവരുന്ന ഏതൊക്കെ ജോലി ഒഴിവുകളാണ് ഭാവിയിൽ ഉണ്ടാവുക, അതിൻ്റെ ഓരോന്നിൻ്റെയും എണ്ണം, ഇവയൊക്കെ നിശ്ചയിക്കേണ്ടതുണ്ട്. ഇതാണ് 1-ാമത്തെ സ്റ്റെപ്പ്. സെക്കൻഡ്, റിക്രൂട്ട്മെൻറ്റ്. Recruitment is the process of searching the job seekers for employment and stimulating them to apply for the jobs in the organization. Recruitment എന്ന് പറഞ്ഞാൽ എന്താണ്? Searching the job seekers for employment. ജോലി ചെയ്യാൻ വേണ്ടി ജോബ് സീക്കേഴ്സിനെ, തൊഴിൽ ആവശ്യമുള്ള ആളുകളെ സെർച്ച് ചെയ്യുകയും അവരെ ജോലി ഒഴിവിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആണ് റിക്രൂട്ട്മെൻറ്റ്. ഇൻ ദി വേർഡ്സ് ഓഫ് എഡ്വിൻ ബി ഫ്ലിപ്പോ, recruitment is the process of searching for the prospective employees and stimulating them to apply for the jobs in the organization.
എഡ്വിൻ ബി ഫ്ലിപ്പോ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റിന് നൽകിയിരിക്കുന്ന നിർവചനം? റിക്രൂട്ട്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ദി പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. ആളുകൾ ഇപ്പോൾ എംപ്ലോയീസ് ആയിട്ടില്ല, സ്ഥാപനത്തിൽ എംപ്ലോയീസ് ആകാൻ സാധ്യതയുള്ള അത്തരം ആളുകളെ കണ്ടെത്തുകയും ജോലിക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റിന്റെ മീനിങ് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ദി ജോബ് സീക്കേഴ്സ് ഫോർ എംപ്ലോയ്മെന്റ്. പ്രോസസ് ഓഫ് സെർച്ചിങ് ദി ജോബ് കാൻഡിഡേറ്റ്സ് for employment and stimulating them to apply for the jobs in the organization. സ്ഥാപനത്തിൽ ചില ജോലി ഒഴിവുകളുണ്ട്, ആ ഒഴിവിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നടപടിയാണിത്. ഈ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ ആവാം? ശമ്പള സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെയാവാം അവരെ ജോലിക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി സ്ഥാപനം പ്രേരിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റിൽ ഉൾക്കൊള്ളുന്നു. ഏതൊക്കെയാണ്? സെർച്ചിങ് ദി ജോബ് സീക്കേഴ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ്, സ്റ്റിമുലേറ്റിംഗ് ദി ജോബ് സീക്കേഴ്സ് ടു അപ്ലൈ ഫോർ ദി ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ഈ രണ്ട് കാര്യങ്ങളുടെ ആകെത്തുകയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അർത്ഥം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. വിശദമായിട്ട് നമ്മൾ അടുത്ത ഭാഗത്തിൽ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, തേർഡ്, സെലക്ഷൻ. സെലക്ഷൻ ബിഗിൻസ് വെയർ റിക്രൂട്ട്മെന്റ് എൻഡ്സ്. എവിടെയാണോ റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നത് അവിടെ സെലക്ഷൻ പ്രക്രിയ ആരംഭിക്കുന്നു എന്ന് പറയാവുന്നതാണ്. സെലക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ചൂസിങ് the right person for various jobs from among the applicants. അപേക്ഷകരുടെ ഇടയിൽ നിന്നും ശരിയായ വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്രിയ ആണ് സെലക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ സ്ക്രീനിങ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദി അപ്ലിക്കൻസ്. അപേക്ഷകരിൽ മിനിമം ക്വാളിഫിക്കേഷനുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളിൽ നിന്നും വളരെ ശ്രദ്ധയോടുകൂടി സ്ക്രീൻ ചെയ്തുകൊണ്ട് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ട് ശരിയായ വ്യക്തിയെ ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റിൽ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു, എന്നാൽ ഇവിടെ ഏറ്റവും അനുയോജ്യരായ ആളുകളെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായി ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രക്രിയയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ധാരാളം ആളുകളെ തള്ളുന്നു. ഏറ്റവും അനുയോജ്യരായ കുറച്ചാളുകളെ മാത്രം പലതരം ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് സ്ക്രീനിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ സെലക്ഷൻ്റെ മീനിങ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷനാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Placement refers to putting the right persons on the right job. ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്ത് നിയമിക്കുന്ന, ശരിയായ ജോലിയിൽ നിയമിക്കുന്ന ഒരു പ്രക്രിയ ആണ് പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിയായ സ്ഥാനത്ത് ശരിയായ വ്യക്തിയെ നിയമിക്കുന്ന പ്രക്രിയയാണ്. ഓറിയന്റേഷൻ മീൻസ് മേക്കിംഗ് ദി ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺ ഗെറ്റിംഗ് അക്വൈൻറ്റഡ് വിത്ത് ദി എൻ്റർപ്രൈസ്. പുതുതായി ജോലിയിൽ നിയമിച്ചിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ജീവനക്കാരനെ സ്ഥാപനവുമായിട്ട് പരിചയപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. അതായത് സ്ഥാപനത്തിലെ വ്യത്യസ്ത ജീവനക്കാർ അവരെ പരിചയപ്പെടുത്തുക മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പരിചയപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഓറിയന്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ എന്ന ഭാഗം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ജോബ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് എൻ എംപ്ലോയി. ഒരു ജീവനക്കാരൻ്റെ പ്രാവീണ്യവും ജോലിയിലുള്ള അയാളുടെ അറിവും വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പരിശീലനവും വികസനവും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നോട്ട് ഓൺലി മോട്ടിവേറ്റ് എംപ്ലോയീസ് ബട്ട് ഓൾസോ എൻഷുർ ഗ്രേറ്റർ എഫിഷ്യൻസി. ഈ രണ്ട് കാര്യങ്ങൾ ജീവനക്കാരെ ജോലി ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂടിയ കാര്യക്ഷമത സ്ഥാപനത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ട്രെയിനിങ് ലഭിക്കാത്തവരുടെ കാര്യക്ഷമത ഉയർന്നതായിരിക്കില്ല. നല്ല ട്രെയിനിങ് ലഭിക്കുന്നവരുടെ കാര്യക്ഷമത വളരെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാവുന്നതാണ്. പരിശീലനം നേടുന്നവരുടെ ജോലി ചെയ്യുന്ന കഴിവ് മെച്ചപ്പെടുന്നതും അത് സ്ഥാപനത്തിന് ഗുണകരമാകുന്നതും ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, പെർഫോമൻസ് അപ്രൈസൽ. After the employees have undergone training and development programs, there arises the need to evaluate their performance. ജീവനക്കാർക്ക് പരിശീലനവും വികസനവും ഒക്കെ വികസന പരിപാടികളൊക്കെ സംജാതമാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അവരുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണെന്ന് അറിയേണ്ടതുണ്ട്, അത് വിലയിരുത്തേണ്ടതുണ്ട്. അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ഇവാലുവേറ്റിംഗ് ദി പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് yes against certain predetermined standards. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ചില നിലവാരമുണ്ടായിരിക്കും, ജോലി ചെയ്യാനുള്ള നിലവാരം. ആ നിലവാരവുമായി തട്ടിച്ചു നോക്കി ജീവനക്കാരൻ്റെ പ്രവർത്തന മികവ് പരിശോധിക്കുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉൽപ്പന്നം ഒരു ദിവസം ഒരു തൊഴിലാളി 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളിയുടെ പ്രവർത്തനത്തെ പരിശോധിക്കുന്നു. ഈ സ്റ്റാൻഡേർഡുമായിട്ട് 10 യൂണിറ്റുമായിട്ട് തട്ടിച്ച് നോക്കുന്നു. ഒരാൾ 9 യൂണിറ്റ് മാത്രമേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരത്തിലേക്ക് അയാൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും.
എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പരിശോധിക്കുവാനും ഇതിലൂടെ സാധ്യമാകും. അത് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ് ഈസ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായി ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടായിരിക്കും. അവരുടെ നിലവിലുള്ള പൊസിഷൻ എന്താണോ ആ പൊസിഷനിൽ നിന്നും ഉയർന്ന ഒരു പൊസിഷനിലേക്ക് അയാളെ മാറ്റി നിയമിക്കുകയാണെങ്കിൽ അതിന് പ്രൊമോഷൻ എന്ന് നമുക്ക് പറയാം. പ്രൊമോഷൻ മീൻസ് ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം എ ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. ഒരു ജീവനക്കാരനെ താഴ്ന്ന പൊസിഷനിൽ നിന്നും, ജോലിയുടെ പൊസിഷനിൽ നിന്നും ഒരു ഉയർന്ന പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. കാര്യക്ഷമത വളരെ ഉയർന്ന ജീവനക്കാർക്ക് സാധാരണയായി സ്ഥാപനങ്ങൾ പ്രൊമോഷൻ നൽകാറുണ്ട്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം ചെയ്യാനുള്ള, കാര്യക്ഷമമായി ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ്റെ ഘടകം കൂടെയാണെന്ന് പറയാവുന്നതാണ്. വളരെ നന്നായി ജോലി ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ലഭിക്കുമെന്നുള്ള ഒരു തോന്നൽ ജീവനക്കാരന് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഉയർന്ന കാര്യക്ഷമതയുള്ള ജീവനക്കാർക്ക് ഉയർന്ന പൊസിഷനിലേക്ക് മാറ്റി നിയമനം ലഭിക്കുന്ന പ്രക്രിയക്കാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ്റെ മീനിങ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, എട്ടാമത്തെ സ്റ്റെപ്പാണ് കോമ്പൻസേഷൻ. ഇങ്ങനെ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം നൽകേണ്ടതുണ്ട്. ആ പ്രതിഫലത്തിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ റെഫേഴ്സ് ടു ഓൾ ഫോംസ് ഓഫ് റിവാർഡ്സ് ഗിവൺ ടു എംപ്ലോയീസ് ഫോർ ദിയർ വർക്ക്. എല്ലാ തരത്തിലുള്ള പ്രതിഫലത്തെയുമാണ് ജീവനക്കാർക്ക് നൽകുന്ന, ജോലി ചെയ്താൽ ജീവനക്കാർക്ക് നൽകുന്ന എല്ലാ തരത്തിലുമുള്ള പ്രതിഫലത്തെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു? ഇറ്റ് ഇൻക്ലൂഡ്സ് വേജസ്, സാലറീസ്, ബോണസ് എക്സെട്ര ആൻഡ് ഇൻഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ലൈക്ക് ഇൻഷുറൻസ്, മെഡിക്കൽ ഫെസിലിറ്റി എക്സെട്ര. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു, മെഡിക്ലെയിം ഒക്കെ ഉറപ്പുവരുത്തി കൊടുക്കുന്നു. ആ ജീവനക്കാരന് അസുഖമുണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ടി വന്നാൽ ഇൻഷുറൻസിൽ നിന്ന് പൈസ ലഭിക്കുന്ന സമ്പ്രദായം ഒരുക്കി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യവും ഒരു തരം കോമ്പൻസേഷനാണ് എന്ന് പറയാവുന്നതാണ്. ഈ കോമ്പൻസേഷൻ ചിലപ്പോൾ മോണിറ്ററി ആവാം, നോൺ മോണിറ്ററിയും ആവാം, ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റും ആവാം. ജീവനക്കാർക്ക് ന്യായമായ പ്രതിഫലം ഉറപ്പുവരുത്തുക എന്നത് മാനേജ്മെൻറ്റിൻ്റെ കടമയാണ്. ഇല്ല എങ്കിൽ അത് എംപ്ലോയി ടേൺ ഓവറിന് ഇടവരുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവനക്കാരൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. താല്പര്യമില്ലാത്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധാരണയായി ജീവനക്കാർ അങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ട്. എന്നാൽ നല്ല ആനുകൂല്യങ്ങളൊക്കെ നൽകുന്ന, വളരെ തൃപ്തികരമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ കൊഴിഞ്ഞു പോകാറില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കോമ്പൻസേഷനാണ്.
അവർക്ക് ന്യായമായ പ്രതിഫലം മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ സ്റ്റാഫിംഗ് പ്രക്രിയയിലെ നടപടികളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. 8 സ്റ്റെപ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓരോന്നും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക. അടുത്തു തന്നെ മറ്റൊരു ക്ലാസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.